അടുത്തത് നമ്മളിങ്ങനെ ഒരു ഷെഡ്യൂൾ നമ്മുടെ അപ്പോയിൻമെൻറ്റ് എന്നാണോ എടുക്കേണ്ടത് ആ ഒരു ഷെഡ്യൂൾ ചെയ്യുന്ന ഡേറ്റ് ഒക്കെ കാണിക്കുന്ന ഒരു പേജിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ സെലക്ട് PSK, നമ്മൾ ഏത് പാസ്പോർട്ട് ഓഫീസിലാണ് നമുക്ക് പോകേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ നിയറസ്റ്റ് പാസ്പോർട്ട് സേവാ കേന്ദ്രം നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി എന്നൊക്കെയാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് ഉള്ളതെന്ന് കാണിക്കും. ആ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ആ ഡേറ്റ് നമ്മൾ 29 മുതൽ നമുക്ക് അങ്ങോട്ട് മുന്നോട്ടുള്ള ഡേറ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഏത് ഡേറ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. 31. ഞാൻ 31 എന്ന് പറഞ്ഞ ഡേറ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മേക്ക് പേയ്മെൻറ്റ്, നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. മേക്ക് പേയ്മെൻറ്റ് പോവുക. ഇവിടെ കംപ്ലീറ്റ് നമ്മൾ കാണിക്കും. അവരുടെ പേരും നമ്മളുടെ അടയ്ക്കേണ്ട ഫീസ് തുകയൊക്കെ നമ്മളിവിടെ കാണിക്കും. അതിനുശേഷം നമ്മൾ പേ നൗ എന്ന സെക്ഷനിലോട്ട് പോകാവുന്നതാണ്. നമ്മുടെ ഏതാണ് ബാങ്ക്, നമുക്ക് ആ നെറ്റ് ബാങ്കിങ് പോകുമ്പോൾ ആ ബാങ്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് പേയ്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. ലോഗിൻ കൊടുക്കുക, കൺഫേം പേയ്മെൻറ്റ് കൊടുക്കുക. ഒരു OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ കൺഫേം കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇത് ഡയറക്റ്റ്ലി സൈറ്റിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഓട്ടോമാറ്റിക്കലി സൈറ്റിലോട്ട് ഡയറക്റ്റ് ചെയ്യും. നമ്മൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് വേണ്ടി ഇവിടെ കാണിക്കും. യുവർ അപ്പോയിൻമെൻറ്റ് ഹാസ് ബീൻ ബുക്ക്ഡ് സക്സസ്ഫുള്ളി എന്ന് വേണ്ടി ഇതിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് 31 നമുക്ക് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ 9:15 വരെയാണ് നമ്മുടെ ടൈം. അതിനുള്ള നമ്മളവിടെ എത്തേണ്ട ടൈമൊക്കെ കറക്റ്റായിട്ട് നമ്മളിത് കാണിക്കുന്നതായിരിക്കും. ദെൻ പ്രിൻറ്റ് അപ്പോയിൻമെൻറ്റ് റെസിപ്റ്റ്, അത് പ്രിൻറ്റ് ചെയ്ത് നമുക്ക് കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത്രയുമാണ് പാസ്പോർട്ട് രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള പ്രോസസ്സ്. ഇനി നമ്മൾ എപ്പോഴും പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ കൊടുത്ത ഡോക്യുമെൻ്റ് ഏതാണ് നമ്മളത് ഒറിജിനൽ നമ്മുടെ കയ്യിൽ കരുതേണ്ടതാണ്. നമ്മളിപ്പോൾ കൊടുത്ത ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. സോ നമ്മൾ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് എപ്പോഴും നമ്മുടെ കയ്യിൽ ഒറിജിനൽ തന്നെ കരുതേണ്ടതാണ്. വേറെ ആധാർ കാർഡിൻ്റെ ഒറിജിനൽ നമ്മുടെ കയ്യിൽ കരുതേണ്ടത്. നമ്മൾ രണ്ടും കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ രണ്ട് ഡോക്യുമെൻ്റ് നമ്മൾ ഒറിജിനൽ തന്നെ നമ്മുടെ കയ്യിൽ കരുതേണ്ടതാണ്.